12 വർഷം മുമ്പ് അരിമേള എന്ന് പറഞ്ഞാൽ വലിയ ബാഗുമായിട്ട് വന്ന് ക്യൂ നിന്നവര് ഇന്നില്ല. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, അരിയെ മാറ്റിയിട്ട് വേറെ ഒരു ഭക്ഷണ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട്. അപ്പം ഹിന്ദു പത്രം ചെയ്തു, മനോരമ, മാധ്യമം, എല്ലാ ചാനൽസും ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു കുഴപ്പം സോഷ്യലി ഉണ്ട്. സൊസൈറ്റിക്ക് ഒന്നില്ലെങ്കിൽ കാര്യം പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ അരി കഴിച്ച് ഉള്ള ആരോഗ്യം വരുന്നതിനേക്കാളും ഷോർട്ടിൽ വേറെ എന്തെങ്കിലും വഴി ആരോഗ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും അരിയെ കൊണ്ടുവന്ന് വെച്ചപ്പം അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു തിരിച്ച് ഒരു ചിന്ത, റീതിങ്കിങ് ഉണ്ടാവുന്നത്. ഞാൻ പോകുന്ന പാതയിൽ എവിടെയോ ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ എൻ്റെ ഓർമ്മയിൽ 2009 വനിതയിലാണ് ആദ്യത്തെ ഫീച്ചർ വന്ന തൊട്ട്, മാതൃഭൂമിയുടെ സൺഡേ തൊട്ട് എല്ലാ പത്രമാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഒരു ചായക്കാശ് പോലും ആരും മേടിച്ച ഓർമ്മയില്ല. എൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട്, മനോരമ ആരോഗ്യം, മാതൃഭൂമി ചെയ്തിട്ടുണ്ട്, എല്ലാ മുൻനിര പത്രങ്ങളെല്ലാം ചെയ്തപ്പോഴും അത്. പക്ഷേ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളോട് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ കൃഷി ചെയ്ത് തരുന്ന ഉൽപ്പന്നം, നിങ്ങളുടെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് അത് വായിച്ച് വരുന്ന മനുഷ്യരിലേക്ക് ഒന്നില്ലെങ്കിൽ ഈ വാർത്ത ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം ഉള്ള കാലം കഴിഞ്ഞു. എവിടെയോ നമ്മൾ അപ്ഡേറ്റ് അല്ല എന്ന്, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു അരിമേള കഴിഞ്ഞതോടുകൂടിയാണ്. കാര്യം പത്രമാധ്യമങ്ങളുടെ സമ്മതത്തോടെ അറിവോടെ നടത്തിയ അരിമേളയാണത്. കാര്യം അവരൊക്കെ പണ്ടത്തെ അരിമേളയുടെ ഓർമ്മയിൽ ഒരു അരിമേള JBG എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ച് എന്നാൽ ചെയ്താലോ. പക്ഷെ അതിൻ്റെ റെസ്പോൺസാണ് ഞാൻ ഒരു കോമായിട്ട് ഒന്ന് നിർത്തിയേക്കാം, അല്ലെങ്കിൽ ഒന്ന് തുടരും എന്നുള്ളൊരു നിലയിലേക്ക് ഇതിനെ ഒന്ന് ഒതുക്കിയാലോ എന്ന് ആലോചിക്കുമ്പോൾ 1600 സ്ക്വയർ ഫീറ്റിലെ കടയും അതിനകത്തിരിക്കുന്ന 420 പരം ഉൽപ്പന്നങ്ങളും, നമ്പേഴ്സാണ് ഞാൻ പറയുന്നത്, അല്ലാതെ 420 പാക്ക് ഓഫ് പ്രൊഡക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, നമ്പേഴ്സ്, എൻ്റെ SKUs 420 ഞാൻ എത്താൻ ഞാൻ ട്രാവൽ ചെയ്ത വർഷങ്ങൾ, ഞാൻ ട്രാവൽ ചെയ്ത കിലോമീറ്ററുകൾ എല്ലാം എന്തായി, ഒരു പാഴ്വേലയായിരുന്നോ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ പാഴ്വേല ചെയ്താണോ 420 ഉൽപ്പന്നം? ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ശുദ്ധമായ ഒരു സാധനം കിട്ടും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ പൈസയും കൊണ്ട് വാ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്. നിങ്ങൾ പൈസ തരൂ, ഞാൻ സാധനം തരാം. നിങ്ങൾ പൈസ തരുന്ന എന്തിനാണ്? നിങ്ങൾക്കിത് തുടർന്ന് കിട്ടാനാണ്. മനസ്സിലായി? എനിക്ക് ഇതൊരു സോഷ്യൽ കോസാണ്, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ എനിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, പണമില്ലാതെ പണം വേണം. നിങ്ങൾ എന്നെ സഹായിക്കുന്ന ഒറ്റ രീതിയിൽ മതി. സമൂഹത്തോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങളിത് വാങ്ങൂ. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്നെ നിലനിർത്തുന്നു, ഞാൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർഷകർ നിലനിൽക്കുന്നു, മണ്ണിൽ നല്ല എന്താ പറയുക, മണ്ണിനെ സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു, അവിടുത്തെ ഇക്കോസിസ്റ്റം നന്നാകുന്നു. നിങ്ങളുടെ 100 രൂപയെങ്കിലോ 180 രൂപയിലോ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ ആളില്ലാതായി, അതിനോട് ബാധ്യതയില്ലാത്തവരായി. എൻ്റെ നിലനിൽപ്പ് എന്തിനാണ്, അല്ലെങ്കിൽ ബിജിയുടെ ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നത് പേഴ്സണലി അവർ പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ അവർ ചിന്തിച്ചിട്ടുമില്ല. ബിജി നിലനിൽക്കണോ, ബിജിയെപ്പോലെ ഒരാൾ, ഞാൻ മാത്രമെന്നല്ല പറയുന്നത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന, ഭക്ഷ്യമേഖലയിൽ ഇതുപോലെ നിൽക്കുന്ന ഒരാൾ വേണ്ടേ? ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ഞാൻ വേണ്ടേ? എന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇതിനകത്ത് ഈ ഉറക്കമില്ലാത്ത രാത്രികളും, സ്ട്രെസ് മാനേജ്മെൻറ്റ്, സിംഗിൾ പേരൻറ്റിങ്, മക്കളുടെ കാര്യങ്ങൾ. ഞാനൊക്കെ അനുഭവിച്ചൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം പെരിഷബിളാണ്. നമുക്ക് ഓഫർ, ഞാൻ എൻ്റെ കടയിൽ ഒരിക്കലും ഓഫർ ഇട്ടിട്ടില്ല. ഓഫറിൽ ആരും വാങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ. ഇപ്പം എൻ്റെ കട പൂട്ടി പാലക്കാട് യൂണിറ്റിൽ കൊണ്ടിട്ട് എൻ്റെ ജോലിക്കാരോടെല്ലാം ഞാൻ വെറുതെ സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, വേണ്ട ചേച്ചി, നിങ്ങൾ വന്നിട്ട് തന്നാൽ മതി, നിങ്ങൾക്കതിൽ എന്ത് വേണം,
നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയില്ലല്ലോ, കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒന്ന് വേറെയാണ്. ഞാൻ 1 രൂപ ഓഫറിൽ ഒരു സാധനം വിറ്റിട്ടില്ല. ബിക്കോസ് എൻ്റെ സാധനം അങ്ങനെ ഓഫറിൽ, എൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഓഫറിൽ കിട്ടേണ്ടതല്ല. കാര്യം പെയ്ഡായിരുന്നു എൻ്റെ പ്രൊഡക്റ്റുകൾ. എൻ്റെ ഫാർമർക്ക് കൊടുക്കാനുള്ള അവസാനത്തെ 1 രൂപയും കൊടുത്തിട്ടാണ് എൻ്റെ കടയുടെ ഷെൽഫിൽ ആ പ്രൊഡക്റ്റ് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ പണിക്കാർക്ക് കൊടുക്കാനുള്ള കൂലിയുടെ 1 രൂപ പോലും മിച്ചമുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഷെൽഫിൽ കയറുള്ളായിരുന്നു. അത്രയ്ക്ക് സത്യസന്ധമായി ഇൻഡസ്ട്രിയിൽ നിന്ന ഞാൻ ഇത് നിർത്തണം എന്നെ തോന്നിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ല. അതിന് ഇവിടുത്തെ സമൂഹത്തിൻ്റെ പ്രതികരണ ശേഷിയുടെ അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടാണ് ഗവൺമെൻറ്റിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്ന മിനിസ്റ്റേഴ്സ്. അപ്പോൾ പത്രവാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും, ശ്രദ്ധിക്കണം. സർക്കാർ കോടികളുടെ പദ്ധതി കൃഷിക്കായിട്ട് ഇട്ടു. 125 കോടി സെൻട്രൽ, 270 കോടി സെൻട്രൽ പദ്ധതികൾ വരുന്നു. നമ്മളൊന്ന് ചെന്നൈ കടലാസുമായിട്ട് ഏതെങ്കിലും ബാങ്കിലോട്ട്, സെൻട്രൽ അങ്ങനെയൊക്കെ പറയും, സ്റ്റേറ്റും പറയും, സംഭവം ഇവിടെ നിന്ന് കിട്ടില്ല. ഞാനൊരു വ്യക്തിയാണല്ലോ. എനിക്ക് ഞാൻ ചെറുതിലേ മുതലേ, എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തിലും സാമൂഹ്യമായി ബന്ധപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമുക്കതിന് അല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജനിച്ചു വരുമ്പോൾ സമൂഹത്തിനോട് ചില കാര്യങ്ങൾ നമുക്ക് കടമകളുണ്ടെന്ന് തോന്നുന്നവരാണല്ലോ ഏതെങ്കിലുമൊക്കെ. രാഷ്ട്രീയം അതിലൊന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അല്ലേ. ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായങ്ങളുള്ള ആളാണ്. എൻ്റെ അഭിപ്രായങ്ങളിൽ ശരി തെറ്റുകൾ എനിക്ക് അത് ഞാൻ എന്നെ ബോധിപ്പിക്കുമായിരിക്കും. പക്ഷേ എനിക്കൊരു കൂട്ടത്തോടു കൂടി അല്ലെങ്കിൽ കുറേ ആളുകളോട് ചേർന്ന് ഈ പദ്ധതി നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇത്രയും എന്താ പറയുക, എത്തിക്സ് കീപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഫുഡ് ഇൻഡസ്ട്രി. നാമമാത്രമായി പോലും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവർ ഈ ഭൂമുഖത്ത് കാണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു കൂട്ടത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു 100 പേരെ കൊണ്ട് ഞാനൊരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു FPO ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ഈ ഉൽപ്പന്നത്തെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ഇതിലും കുറച്ച് അവിടെ കിട്ടും, ഇതിലും കുറച്ച് ഇവിടെ കിട്ടും. അത് വേണ്ട. ഞാൻ സ്ക്രൂട്ടണി ചെയ്ത്, ഞാൻ മനസ്സിലാക്കി, ഞാൻ പോയി താമസിച്ച്, ഞാൻ കഴിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു ഫാർമറെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ആക്കുന്നത്. അപ്പോൾ എനിക്കത് ഇവരെയൊക്കെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ FPOയുടെയും സൊസൈറ്റിയുടെയും പിന്നാലെ പോകാഞ്ഞത്. അപ്പോൾ FPOയും സൊസൈറ്റിയും കൊണ്ട് ഇവിടെ കൃഷിയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ. ഇനി ഒരു വ്യക്തിക്ക് നീ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ കഴിവുണ്ടെങ്കിൽ അവരെ ഇവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ ഉള്ളേ? സർക്കാർ സംവിധാനങ്ങൾക്കല്ലേ. അപ്പോൾ ആ സർക്കാർ സംവിധാനങ്ങളുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് 150% ലോൺ തരാൻ അർഹതയുണ്ട് ബിജി, പക്ഷേ തരാൻ പറ്റില്ല. എന്താ കാര്യം? അപ്പോൾ സാറേ, സെൻട്രൽ ഇപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രൊജക്റ്റിൽ കൊളാട്രൽ സെക്യൂരിറ്റി പറയുന്നില്ലല്ലോ. അല്ല, അത് സെൻട്രൽ പറഞ്ഞിട്ടില്ല, പക്ഷെ സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ് സ്റ്റേറ്റ് ആ ഡിസ്ക്രിപ്ഷൻ വെക്കുന്നത്? നിങ്ങൾ അടച്ചില്ലെങ്കിൽ അത് ബാധ്യതയാകാത്ത വിധം ഗവൺമെൻറ് അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് തരുന്നത്. ഞാനൊരു വനിതാ സംരംഭകയായിരുന്നില്ലേ, എന്ത് ചെയ്തു നമ്മളെ നിലനിർത്താൻ?